നമ്മളിന്ന് പരിചയപ്പെടുന്നത് ദേവദാസൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ്റെ ജീവിതമാണ്. ഉപവി സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനും നല്ലൊരു സാമൂഹ്യ ഉദ്ധാരകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം താമസിച്ചിരുന്ന ഭവനത്തിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുക. ഇന്ന് ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് മ്യൂസിയം കൂടിയാണ്. ഇനി അച്ഛൻ്റെ ജീവിത കാഴ്ചകളിലേക്ക്. ദേവദാസൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ, ഉപവി സന്യാസിനി സഭയുടെ സ്ഥാപകൻ. 1850 ഡിസംബർ 19 തൃശൂരിലെ പറപ്പൂർ ദേശത്ത് എടക്കുളം ഊക്കൻ കുടുംബത്തിലെ അന്തപ്പൻ അന്നമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ പുത്രനായി ജനിച്ചു. 1907 ഡിസംബർ 21 ശ്രീലങ്കയിലെ കാൻഡി സെമിനാരിയിൽ വെച്ച് പൗരോഹിത്യ സ്വീകരണം. 1928 മുതൽ ചൊവ്വന്നൂർ ഇടവക വികാരിയായതിനു ശേഷം ആ പ്രദേശത്തെ വികസന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി അച്ഛൻ തമ്പുരാൻ എന്ന പേരിൽ പ്രശസ്തനായി. അക്കാലത്ത് ചൊവ്വന്നൂരിലെ ജനങ്ങൾ അച്ഛനെ പഞ്ചായത്ത് പ്രസിഡന്റായി ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. 1944 ഉപവി സന്യാസിനി സഭ സ്ഥാപിച്ചു. 1956 ഒക്ടോബർ 13 ഇഹലോകവാസം വെടിഞ്ഞ ബഹുമാനപ്പെട്ട ജോണച്ചനെ 2008 ആഗസ്റ്റ് 24 ദേവദാസനായി സഭ ഉയർത്തി. ഇത് കണ്ടോ, അച്ഛൻ ഉപയോഗിച്ചിരുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ്. ഇത് ഓൾട്ടർ ക്ലോത്താ. ഇവിടെ കണ്ടോ, 2 വടി കണ്ടോ. പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് വടിയുടെ സഹായത്തോടെ അച്ഛൻ നടന്നത്. അപ്പം അച്ഛൻ ഉപയോഗിച്ചിരുന്ന യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന 2 വടി ഇവിടെ ഉണ്ട്. ഇവിടെയും ഉണ്ട് അച്ഛൻ്റെ ആ ഒരു പഴക്കം ചെന്ന കുർബാന കുപ്പായങ്ങളാണ്. കണ്ടോ, ഇന്നൊക്കെ ഉള്ള ഒത്തിരി ഭയങ്കര തിളക്കമൊക്കെ ഉള്ള അല്ലേ ഇന്നത്തെ കുർബാന. ഇത് കണ്ടോ, നല്ല നൂലിലാണ് അന്നത്തെ കാലത്തെ കുർബാന കുപ്പായങ്ങൾ. ഇത് കണ്ടോ, കാസയുടെ നിറം കണ്ടോ, സിൽവർ കളറാണ് അല്ലേ. ഇന്ന് നമ്മൾ കൂടുതലും കാണുന്നത് നല്ല ഗോൾഡൻ കളറിൽ. ഇനി ആ സൈഡിൽ അച്ഛൻ്റെ കാലത്തുണ്ടായിരുന്ന ക്ലോക്ക്, അങ്ങനെ കുറേ പഴക്കം ചെന്ന വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ശരിക്കും സക്രാരി കണ്ടിട്ടില്ലേ നിങ്ങൾ? സക്രാരിക്കുള്ളിലാണ് ഈശോ ഇരിക്കുന്നത് അല്ലേ. അപ്പം അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സക്രാരിയ തടി കൊണ്ടുള്ളതാണ്. ഇവിടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന വാച്ചുണ്ട്. ഇത് പഴയ രീതിയിലുള്ള ക്ലോക്ക്. ഇങ്ങനത്തെ ക്ലോക്ക് കണ്ടിട്ടുണ്ട്? അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട, അച്ഛൻ്റെ കയ്യെഴുത്ത് പ്രതികളാണ്. കയ്യെഴുത്ത് നിങ്ങൾ പള്ളിയിലൊക്കെ നമ്മൾ കയ്യെഴുത്ത് മാസികയൊക്കെ ചെയ്യത്തില്ലേ? അപ്പോൾ പ്രിന്റ് ചെയ്യാതെ നമ്മുടെ കൈയക്ഷരത്തിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് അച്ഛൻ്റെ കൈയക്ഷരമാണ്. മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. നല്ല വൃത്തിയുള്ള കൈയക്ഷരം അല്ലേ. ഇത് മരണപത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇത് അച്ഛൻ്റെ ഒരു സ്പിരിച്വൽ ബുക്സിൻ്റെ ശേഖരമാണ്. ഇപ്പം ഇത് കണ്ട നല്ല പുതിയതായിട്ട് തോന്നും, പക്ഷെ അത് സിസ്റ്റേഴ്സ് ഇത് മോശമായത് പഴക്കം ചെന്ന പുസ്തകങ്ങൾ നന്നായിട്ട് ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുക. ഇവിടെ കാണാൻ നമുക്ക് അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഉടുപ്പ്, തൊപ്പിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കണ്ട വുള്ളൻ മഫ്ലറായത് ആണെന്തോ. തൊപ്പി കണ്ടില്ലേ പഴയ കാലത്ത്? ഈ ഉടുപ്പ് കണ്ട, നല്ല പഴക്കം ചെന്ന ഉടുപ്പിൽ തോർത്ത്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു തണുപ്പിനൊക്കെ ഉപയോഗിച്ചിരുന്ന മഫ്ലറൊക്കെ. ഇവിടെ നമുക്കൊരു പെട്ടി കാണാം, പഴയ രീതിയിലുള്ള പെട്ടി അല്ലേ, നല്ല പഴക്കമുള്ള. അതും അച്ഛൻ ഉപയോഗിച്ചിരുന്ന പെട്ടി, അതിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വാ, നമ്മളിനി അച്ഛൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും കസേരയൊക്കെ കാണാൻ പോവാണ്. ഇത് കണ്ടോ, ചാരുകസേര പഴയ രീതിയിലുള്ള. അത് ഡ്രസ്സിംഗ് ടേബിൾ എന്ന് പറയും. മിററുണ്ട്, ആ ബോക്സിനുള്ളിലാണ് നമ്മൾ ചീപ്പും പൗഡറും ഒക്കെ വെക്കുന്നത്, പഴയ രീതിയിലുള്ള. ഇവിടെ കട്ടില് കാണാം, കയറ് കട്ടില്, തടിയിൽ കയറ് വരിഞ്ഞ കട്ടില് കണ്ടോ. അച്ഛൻ വൈദികനായിരുന്ന സമയത്തുള്ള ഫോട്ടോയാണത്. അതെല്ലാം ഇവിടെ പൂജ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് സിസ്റ്റേഴ്സ്. ഇവിടെ അച്ഛൻ സെയിൻറ്റ് തോമസ് കോളേജിൻ്റെ മാനേജറായിട്ട് കുറേ നാൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് അച്ഛന് സമ്മാനമായിട്ട് കിട്ടിയ കുറേ വസ്തുക്കളാണ് ഇവിടെ. അത് ബുക്ക് ഷെൽഫാണ്, കുറേ പഴയ കാലത്തെ ബുക്സ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന മേശ, കസേര, ഇതും ബുക്സ് കീപ്പ് ചെയ്യുന്നത്. ഇവിടെ ഇത് കണ്ടോ, അതെന്താ? അത് പ്രസംഗപീഠം അല്ലേ, അച്ഛൻ്റെ കാലത്ത് ഉള്ള പ്രസംഗപീഠമാണ് അത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. മ്യൂസിയം ഒക്കെ കണ്ടില്ലേ?
അച്ഛൻ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു പറപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അച്ഛൻ ജനിച്ചത്. ഒരുപാട് സങ്കടമുള്ളതായിരുന്നു അച്ഛൻ്റെ ബാല്യം. നിങ്ങൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അപ്പയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരാൻ, നമ്മളെ സ്നേഹിക്കാൻ, കെയർ ചെയ്യാനൊക്കെ നമ്മുടെ അപ്പയും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അപ്പയും അമ്മയും മരിച്ചു പോയാൽ നമ്മളിപ്പോൾ അപ്പയും അമ്മയൊക്കെ കൂടെ ഉള്ളപ്പം അവർ നമുക്ക് നൽകുന്ന കെയർ സ്നേഹമൊക്കെ നമ്മളങ്ങനെ ഓർക്കത്തില്ല അല്ലേ? നമ്മൾ വാശി കാണിക്കാറുണ്ട്, അനുസരണക്കേട് കാണിക്കാറുണ്ട്, തല്ലു പിടിക്കാറുണ്ട് അല്ലേ? അപ്പനും അമ്മയൊക്കെ ഒത്തിരി വിഷമിപ്പിക്കാറില്ലേ? ആ അഗസ്റ്റിനച്ഛൻ്റെ അപ്പച്ചൻ്റെ പേര് അന്തപ്പൻ എന്നായിരുന്നു, അമ്മ അന്ന. അവർക്ക് ആദ്യം ഒരു വാവയുണ്ടായി, കുഞ്ഞായിരിക്കുമ്പോഴേ വാവ മരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ അച്ഛനുണ്ടാവുന്നത്. അച്ഛൻ്റെ മാമോദീസ പേര് അഗസ്റ്റിൻ ജോൺ, ഊക്കൻ എന്നായിരുന്നു വീട്ടുപേര്. അപ്പം നമ്മളെല്ലാവരും ഊക്കനച്ഛൻ, ദേവദാസൻ ഊക്കനച്ഛൻ എന്നാണ് അച്ഛൻ അറിയപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോഴേ ഇങ്ങനെ അമ്മ മടിയിലിരുത്തി കുരിശ് വരയ്ക്കാനൊക്കെ പഠിപ്പിക്കും. പക്ഷേ 2.5 വയസ്സുള്ളപ്പം പെട്ടെന്ന് അമ്മ മരിച്ചു. അപ്പോൾ 2.5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങ് തിരിച്ചറിവൊന്നും ആവത്തില്ല. പിന്നെ എല്ലാം അപ്പച്ചനായിരുന്നു. അപ്പച്ചനിങ്ങനെ കൊണ്ടുപോകും, പള്ളിയിലൊക്കെ കൊണ്ടുപോകായിരുന്നു, പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അച്ഛൻ 6 വയസ്സുള്ളപ്പോഴാണ് നാട്ടിൽ കോളറ എന്ന് പറഞ്ഞൊരു രോഗം പടർന്നു പിടിച്ചു. അപ്പച്ചനും പെട്ടെന്ന് കോളറ പിടിപെട്ടു. അഗസ്റ്റിനച്ഛന് 6 വയസ്സുള്ളപ്പം അപ്പച്ചനും മരിക്കുക. അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന വീടിൻ്റെയും പുരയിടത്തിൻ്റെയൊക്കെ ആധാരവും പണപ്പെട്ടിയുടെ താക്കോലും ഈ കൊച്ചിൻ്റെ കൈ കൊടുത്തു. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, 6 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്? 1-ാം ക്ലാസ് അല്ലേ? അത് കൃത്യമായിട്ട് എല്ലാവരും പറയും. അപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തേക്ക് അപ്പച്ചനും മരിച്ചു. പിന്നെ ആരുമില്ല, ചേട്ടനില്ല, അനിയനില്ല. അപ്പം ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നിരിക്കും അല്ലേ? അപ്പം ഇങ്ങനെ വിഷമിച്ചൊക്കെ പോയി നിൽക്കും. അപ്പോൾ ഈ സമയത്ത് അപ്പച്ചൻ്റെ ഒരു പെങ്ങൾ, അച്ചാരുണ്ണി എന്നാണ് അപ്പച്ചൻ്റെ പെങ്ങളുടെ പേര്, വന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. പിന്നെ അവരുടെ വീട്ടിൽ നിന്നാണ് വളർന്നത്. അപ്പോൾ അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുപാട് പേര് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, ഒത്തിരി പഠിച്ച് വലിയ ജോലിയിലേക്കൊക്കെ ആളുകൾ പോകുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ അത്ര ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലായിരുന്നു. 4-ാം ക്ലാസ് വരെ സ്കൂളിൽ വിട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ അമ്മയുടെ കൂടെ വീട്ടിലെ പണിയിലും പറമ്പിലെ പണിയൊക്കെ സഹായിച്ച് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഒത്തിരി ദാരിദ്ര്യത്തിലൂടെ വളർന്നു വന്നത്. പണപ്പെട്ടിയുടെ താക്കോലും ആധാരവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഉള്ള സൗകര്യത്തിൽ അങ്ങനെ ഒരുപാട് വേഷം എന്ന് പറഞ്ഞൊരു തോർത്തുമുണ്ടായിരുന്നു കൊടുത്തിരുന്നത്. ജീവചരിത്രം വായിക്കുമ്പോൾ അറിയാം, കുഞ്ഞായിരിക്കുമ്പോൾ ഒത്തിരി സങ്കടം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധാരണ കല്യാണത്തിനൊക്കെ പോകുമ്പം എങ്ങനെയാണ് പോകുന്നത്? നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ടാണ് പോകുന്നത് അല്ലേ? അപ്പോൾ അവൻ നമ്മുടെ ഊക്കനച്ഛൻ ഒരു തോർത്തുമുണ്ട് കൊടുത്ത കല്യാണത്തിന് ചെന്ന്. അപ്പോൾ ആ ബന്ധുക്കൾ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു, എന്നിട്ട് ഇറക്കി വിട്ടു. കല്യാണ സദ്യക്ക് പോലും കയറ്റിയില്ല. അങ്ങനെ ഒരുപാട് കരഞ്ഞു വിഷമിച്ച് തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് അപ്പം ഈ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ആരും പറയാനില്ല. അങ്ങനെ അത്രയും സങ്കടപ്പെട്ട വളർന്നു വന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ സ്കൂളിൽ പോകാനും പഠിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പം ആരും പറഞ്ഞിട്ടൊന്നുമല്ല, കുഞ്ഞായിരിക്കുമ്പോഴേ ഒരു തുണ്ട് കടലാസ് കിട്ടിയാലും ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഈ അമ്മായി ഇങ്ങനെ ആടിനെയും പശുവിനെയൊക്കെ മേയ്ക്കാനായിട്ട്, അതിനെ തീറ്റാനായിട്ട് പോവും. എന്നിട്ട് മരത്തിൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് കിട്ടുന്ന ബുക്കും അതൊക്കെ വായിക്കും. ശരിക്കും അതേ പ്രായത്തിലുള്ള കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കും. ഇങ്ങനെ അവരെല്ലാം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് വിഷമമെല്ലാം ഉള്ളിൽ ഒതുക്കി പഠിക്കാൻ പറ്റുന്നില്ലെന്നുള്ള ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മരത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ പുസ്തകം വായിച്ചിരിക്കുന്ന നമ്മുടെ ജോണിനെ വികാരി അച്ഛൻ കാണുക. അച്ഛൻ കണ്ടിട്ട് അച്ഛൻ എന്തോ ഒരു പ്രത്യേകത തോന്നി ഈ കൊച്ചിൽ. അപ്പോൾ അച്ഛൻ എന്തോ ചെയ്തു, കൂട്ടിക്കൊണ്ടുപോയി അച്ഛൻ്റെ കൂടെ താമസിച്ചു. പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ അച്ഛൻ്റെ പള്ളിമേടെ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു ജീവിതത്തിലെ വലിയൊരു മാറ്റമായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ദൈവത്തിന് ഓരോ മനുഷ്യരെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ, ചിലപ്പോൾ അപ്പയും അമ്മയൊക്കെ മരിക്കുമായിരിക്കും. പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒത്തിരി സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ചിലപ്പോൾ സന്തോഷമായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ ഇവിടെ എല്ലാം ദൈവം ആരിലൂടെയെങ്കിലും നമ്മളെ പരിപാലിക്കും. അങ്ങനെ ഈ ഔസേപ്പച്ചൻ എന്നായിരുന്നു അച്ഛൻ്റെ പേര്. അച്ഛനായിരുന്നു പിന്നീട് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛൻ പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ വേദോപദേശം പഠിപ്പിക്കാൻ പള്ളിമേടയിലായിരിക്കുമ്പം പള്ളിയിൽ കാറ്റഗിസത്തിന് വരുന്ന കുഞ്ഞു പിള്ളേരെ വലിയ ആളെ പോലെ ഇരുന്ന് എല്ലാം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. കുറേ നാൾ ഒത്തിരി സങ്കടത്തിലൂടെ വേദനയിലൂടെ ഒറ്റപ്പെട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ദൈവം മാലാഖയെ പോലെ അച്ഛനെ വിട്ടു ജീവിതത്തിലേക്ക് അല്ലേ? പിന്നീട് കൊണ്ടുപോയി അത് കഴിഞ്ഞ്
അപ്പോൾ ആ സമയത്താണ് തൃശ്ശൂർ രൂപത മെഡലിക്കോട്ട് തിരുമേനിയായിരുന്നു അന്നത്തെ മെത്ര. ബിഷപ്പ് ഇടവക വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ജോണിനെ പരിചയപ്പെടുത്തുക, നമ്മുടെ ഊക്കനച്ഛനെ പരിചയപ്പെടുത്തുവാണ്. വളരെ മിടുക്കനാണ്, പഠിക്കുക. അങ്ങനെ പെറ്റി സെമിനാരിയിൽ ചേർത്ത് അന്ന് 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ അത് പഠിച്ചു. അന്നത്തെ കാലത്ത് കാൻഡി സെമിനാരി, ഇവിടെ അങ്ങനെ നല്ല സെമിനാരീസ് ഒന്നും ഉണ്ടായിരുന്നു. തുടക്കകാലങ്ങളിൽ ഇവിടെയുള്ള അച്ഛന്മാരൊക്കെ നമ്മളെ നേരത്തെ പരിചയപ്പെട്ട കുറേ അച്ഛന്മാരില്ലേ, അച്ഛന്മാരൊക്കെ കാൻഡി സെമിനാരി പഠിച്ച കുറേ പേരെ നമ്മൾ ഈ ഇടയ്ക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഊക്കനച്ഛനെയും കാൻഡി സെമിനാരിയിലേക്ക് വിട്ടു. അവിടെ ഒരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, പഠിക്കാൻ വളരെ ബ്രൈറ്റ് ആയിരുന്നു. അങ്ങനെ വൈദിക പഠനം പൂർത്തിയാക്കി വൈദികനായിട്ട് തിരിച്ചു വരും. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾക്ക് ഈശോ അനുവദിച്ച് തന്നിരിക്കുന്ന നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണെങ്കിലും എല്ലാ ദിവസവും നമുക്കൊരു കുഞ്ഞു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഈശോയെ, നിൻ്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. അച്ഛൻ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുക, സ്നേഹത്തിൽ ആരും നിങ്ങളെ പിന്നിലാക്കാതിരിക്കട്ടെ. അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രമാത്രം സ്നേഹത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞെങ്കിൽ നമുക്ക് കിട്ടേണ്ട മുഴുവൻ സ്നേഹവും നമുക്ക് കിട്ടേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാലേ നമുക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ. ആ സ്നേഹത്തിൽ നിറഞ്ഞാലേ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് പലപ്പോഴും അയ്യോ അപ്പൻ എന്നെ സ്നേഹിച്ചില്ല, അമ്മ സ്നേഹിച്ചില്ല, അപ്പ കെയർ ചെയ്തില്ല, അമ്മ കെയർ ചെയ്തില്ല, ഒത്തിരി പരാതിയൊക്കെ നമ്മുടെ ഉള്ളിൽ. ഈ പരാതി ഉള്ളപ്പോഴും നമ്മൾ ഓടി ഈശോയുടെ അടുത്ത് ചെല്ലണം. ഈശോയെ, എൻ്റെ ഉള്ളിൽ എനിക്ക് പരാതി തോന്നുന്നു, നിൻ്റെ സ്നേഹം എനിക്ക് തരണേ. ഊക്കനച്ഛൻ്റെ ലൈഫ് നമുക്ക് തരുന്നൊരു മെസ്സേജ് അതാണ്. അപ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ടപ്പോഴും മുറുകെ കർത്താവിനെ പിടിച്ചു. പിന്നെ മാതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു. മാതാവ്, എൻ്റെ അമ്മയെ നീയാണ് എൻ്റെ സർവസ്വം, എൻ്റെ അമ്മ. ആ അമ്മ നഷ്ടപ്പെട്ടപ്പോഴും ഈ മാതാവാണ് ആ ഒരു സ്നേഹം മുഴുവൻ, ദൈവസ്നേഹം മുഴുവൻ അച്ഛൻ്റെ ഉള്ളിലേക്ക് നിറയാൻ കാരണമായത് മാതാവിനോടുള്ള വലിയൊരു അടുപ്പമായിരുന്നു. അപ്പം നമുക്കും മാതാവിനോടൊരു വലിയ അടുപ്പവും സ്നേഹമൊക്കെ ഉണ്ടാകണം. നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്, നമ്മളത് വളർത്തിയെടുക്കണം. നമ്മുടെ ഊക്കനച്ഛൻ വൈദികനായി കഴിഞ്ഞ് ആദ്യം ഇടവകയിൽ സ്കൂളിൻ്റെ മാനേജർ, സെമിനാരി റെക്ടർ, ബിഷപ്പിൻ്റെ സെക്രട്ടറി, കുറേ കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അത് കുറേ കഴിഞ്ഞിട്ടാണ് ഈ കോൺഗ്രിഗേഷനൊക്കെ രൂപപ്പെടുന്നത്. ഈ കുഞ്ഞായിരിക്കുമ്പോഴേ ഒരു വിളിപ്പേര്, നിങ്ങൾക്കൊക്കെ പെറ്റ് നെയിംസ് ഇല്ലേ? ഊക്കനച്ഛൻ്റെ പെറ്റ് നെയിം എന്താന്ന് പറയാവോ? അല്ല, ലോനപ്പൻ എന്നായിരുന്നു. ലോനപ്പൻ എന്നായിരുന്നു വിളിപ്പേര്. അച്ഛൻ ഈ കോൺഗ്രിഗേഷൻ തുടങ്ങാനുണ്ടായ അച്ഛൻ്റെ പ്രചോദനം എങ്ങനെയാണെന്ന് വെച്ചാൽ, അച്ഛൻ ആദ്യം സ്കൂളിൻ്റെ മാനേജറൊക്കെ ആയിരുന്നു. ആ ഒരു സ്കൂളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് കൊച്ചുങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കൊച്ചുങ്ങളെ കാറ്റഗിസം പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് എല്ലാ ഇടവകയിൽ ചെന്നാലും വീടുകൾ വിസിറ്റ് ചെയ്യുക, കുഞ്ഞുങ്ങളിലുള്ള വിശ്വാസ രൂപീകരണം. അതുപോലെ തന്നെ ഇങ്ങനെ രോഗികൾ, അവശരായിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദീനാനുകമ്പയായിരുന്നു. ഒരു സംഭവം പറയുന്ന അച്ഛൻ പാലയൂർ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാലയൂർ? എന്താ പാലയൂരിൻ്റെ പ്രത്യേകത? തോമാസ് ലീഹ വന്ന സ്ഥലം അല്ലേ? അപ്പോൾ അവിടെ വികാരിയായിരുന്ന സമയത്ത് ഒരു വൈകുന്നേരം മഴ ആരംഭിച്ചു. മഴയും ഭയങ്കര കാറ്റും. അത് പിറ്റേ ദിവസം വൈകുന്നേരം വരെ അത് നിർത്താതെ മഴ വന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര വെള്ളപ്പൊക്കം വന്നു, വീടൊലിച്ചു പോയി, കൃഷിനാശം വന്നു, കുറേ പേര് മരിച്ചു, കുറേ പേര് ഇങ്ങനെ വൈകല്യങ്ങളുണ്ടായി. ഈ സമയത്തെല്ലാം അച്ഛൻ ഇങ്ങനെ ജീവരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇത് അച്ഛനിങ്ങനെ ആവശ്യം എവിടെ കണ്ടാലും അവിടെ സഹായിക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഒരു ക്യാരക്ടർ. ഈ കോൺഗ്രിഗേഷൻ്റെ ചിന്ത അച്ഛന് വന്നത് എങ്ങനെയായിരുന്നു? അന്നത്തെ കാലത്തുണ്ടായിരുന്ന സന്യാസിനി സമൂഹങ്ങൾ കൂടുതലും വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, അപ്പം ഇങ്ങനെ ഈ അവശരും രോഗികളുമായിട്ടുള്ള ആളുകളെ സഹായിക്കാനായിട്ടൊരു സന്യാസിനി സമൂഹം, ആ ഒരു ആഗ്രഹവും ചിന്തയും അച്ഛനുണ്ടായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന മെത്രാനോട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടുന്ന് അനുവാദം കിട്ടിയില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആലപ്പാട്ട് പിതാവ് മെത്രാനായിട്ട് വരുന്നത്. ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, അച്ഛൻ സെമിനാറി റെക്ടറായിരുന്ന സമയത്ത് അച്ഛൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഈ ആലപ്പാട്ട് പിതാവ്. അപ്പോഴത്തേക്ക് ഈ അച്ഛൻ ചെന്ന് ഈ ചിന്തകളൊക്കെ പറഞ്ഞപ്പം പിതാവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ 1944 ഈ സന്യാസിനി സമൂഹം രൂപപ്പെടുന്നത്. കോൺഗ്രിഗേഷനൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞ സമയത്ത് അച്ഛൻ ഇവരെ വിടും, എല്ലാ വീടുകളിലും പോയി നോക്ക്, രോഗികളായിട്ടുള്ളവരെ നിങ്ങൾ പരിചരിക്കണം എന്ന് പറയും. അപ്പോൾ ഒരു ദിവസം ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് വന്നിട്ട് ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു. ഒരു കുടിലിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു സ്ത്രീ, പുള്ളിക്കാരി ഇങ്ങനെ ദേഹം മുഴുവൻ വ്രണമായിട്ട്, ആ ഒരു കുടിലാണ്, അതിന് വൃത്തിയില്ല,
നേരെ ഭക്ഷണമില്ല, അതിന് മരുന്നില്ല, വസ്ത്രമില്ല. ഇവർ ഭയങ്കര വിഷമിച്ചു വന്നു. പെട്ടെന്ന് തന്നെ അച്ഛൻ ഈ എന്താ പറയണ മുറിവിൽ വെച്ച് കെട്ടാനുള്ള മരുന്നും ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുത്ത് സിസ്റ്റേഴ്സിനെ വിട്ടിട്ട് നിങ്ങൾ ആ മുറിവൊക്കെ വെച്ച് കെട്ടി ഇത് അങ്ങനെ ചെയ്തു. പിന്നീട് ഇതിനെ തുടർന്നിട്ടാണ് അച്ഛൻ എവിടെ ഈ കോൺഗ്രിഗേഷൻ വന്നു, എവിടെ മഠം ഉണ്ടെങ്കിൽ അതിനോട് ചേർന്നൊരു ഡിസ്പെൻസറി, ആര് വന്നാലും അവരെ രോഗികളായിട്ട് വരുന്നവർക്ക് പരിചരണം കൊടുക്കാനായിട്ട്. അതുപോലെ എല്ലാ സിസ്റ്റേഴ്സും ഫസ്റ്റ് എയ്ഡെന്ന് നമ്മൾ പറയത്തില്ലേ, പ്രാഥമിക പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. അങ്ങനെ ഒരു ആദ്യത്തെ ബാച്ചിന് അച്ഛൻ തന്നെയായിരുന്നു ഫോർമേഷനൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ പാവങ്ങളോടുള്ള ഒരു പക്ഷേ കുഞ്ഞായിരിക്കുമ്പോൾ ഒത്തിരി സങ്കടങ്ങളിലൂടെ പോയതുകൊണ്ടായിരിക്കും അല്ലേ വേദനിക്കുന്നവരോടൊരു പ്രത്യേക ഒരു ആർദ്രത ഉള്ളിൽ ഉണ്ടായത്. അപ്പോൾ ഇനി നമ്മൾ ഒരു സിസ്റ്ററിനെ കൂടെ പരിചയപ്പെടാൻ പോവുകയാണ്. സിസ്റ്റർ പുഷ്പ, നമ്മുടെ ഊക്കനച്ചൻ്റെ കാനനൈസേഷൻ പ്രോസസ്സിൻ്റെ വൈസ് പോസ്റ്റ്ലേറ്ററാണ്. സിസ്റ്റർ ഇപ്പം ഈ കോൺഗ്രിഗേഷൻ്റെ തന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. ഇനി നമുക്ക് സിസ്റ്ററിനെ പരിചയപ്പെട്ടാലോ? സ്തുതിയായിരിക്കട്ടെ. ഞാൻ പറഞ്ഞ സിസ്റ്റർ പുഷ്പ ഇതാണ്. അച്ഛൻ്റെ ജീവിതം ഏറ്റവും അടുത്ത് മനസ്സിലാക്കാൻ പറ്റിയ ഒരാളാണ് പോസ്റ്റ്ലേറ്റർ നിലയിൽ. ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവർക്ക് പകർത്താവുന്ന ഒരു പുണ്യം? അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും കൂടെ ഏറ്റവും നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാനും ചെയ്യാനും അവരുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള ദീനാനുകമ്പ, ആർദ്രത, മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ ബുദ്ധിമാന്യമുള്ളവരോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ നമ്മുടെ ഭാഗത്ത് നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു ഒരു സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾ അവരോട് കൂടുതലൊരു ശ്രദ്ധ കൊടുക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ സാധിക്കും. കാരണം കുട്ടികളായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും. പിന്നെ പാവപ്പെട്ട കുട്ടികളുണ്ടാകാം, എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ പപ്പയോടോ മമ്മയോടോ ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കാനൊക്കെ സാധിക്കും. പിന്നെ അവർ രോഗികളായിട്ടിരിക്കുന്ന സമയത്ത് അവരെ കാണാനോ, അതേപോലെ നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ വയസ്സായവരുണ്ടെങ്കിൽ അവരെ കാണാനൊക്കെ ഒരു സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അതൊക്കെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓർഫനേജുകൾ അനാഥശാലകൾ ഇവിടെ ഇതിനോട് ചേർന്നൊരു ഓർഫനേജ് ഇല്ല ഉണ്ട്. അത് അന്നത്തെ കാലത്ത് 1929 അത് അദ്ദേഹം സ്ഥാപിച്ചത്. ഞങ്ങളുടെ മഠമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ളവരോടൊക്കെ വളരെ ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ കുടുംബസമേതം വർഗ ലിംഗ ഭേദമൊക്കെ ഒന്നും ഇല്ലാണ്ട് ആരായാലും അദ്ദേഹം കൊണ്ടുവന്നിങ്ങനെ ഒരുമിച്ച് താമസിപ്പിച്ചിരുന്നു ഇവിടെ. അങ്ങനെയാണ് അദ്ദേഹം ആ സ്ഥലത്തിന് തന്നെ ശാല എന്നാണ് പേരിട്ടിരുന്നതും. ശാല എന്നാണ് എല്ലാവരും പറയുന്നത് തന്നെ. അപ്പോൾ വീട്ടിൽ അവർക്ക് സാഹചര്യങ്ങൾ കുറവാണ്, കാര്യങ്ങൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട്, രോഗികളായിട്ടുള്ളവരെ ചികിത്സിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളവരൊക്കെ താമസിപ്പിച്ചിരുന്ന സ്ഥലമാണ്. അങ്ങനെ പിന്നീടത് ഞങ്ങളുടെ മഠം രൂപപ്പെട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഓർഫനേജ് ആയിട്ടാണ് ഇപ്പോൾ അത് കണക്കാക്കപ്പെട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാർലറാണിത്. നമുക്ക് പള്ളിയുണ്ട്, നമുക്ക് അവിടെ പോയി കണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറി കാണാം അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് അകത്ത് പോയാലോ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഉപയോഗിച്ചിരുന്ന ചാപ്പലാണിത്. അച്ഛൻ പണിയെഴുപ്പിച്ച ആ ഒരു അതെ അല്ലേ? ഇപ്പം ഇവിടെ ഈ കോൺവെന്റ് ചാപ്പലാണിത് അല്ലേ? ചാപ്പലായിട്ട് ഉപയോഗിക്കുന്നു. ഊക്കനച്ചൻ ഒരുപാട് മണിക്കൂറുകൾ സക്രാരിയുടെ മുമ്പിൽ ചെലവഴിച്ചിരുന്ന ഒരാളാണ്. ഇവിടെ ഈ സക്രാരിയുടെ മുമ്പിലും അച്ഛൻ ഒത്തിരി നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ ഒരു സിസ്റ്ററമ്മേനെ പരിചയപ്പെടാൻ പോവാം. സിസ്റ്ററമ്മ നമ്മുടെ ഊക്കനച്ചൻ്റെ കാലത്ത് മഠത്തിലുണ്ടായിരുന്നതാണ്. അന്ന് കുഞ്ഞു സിസ്റ്ററായിരുന്നു, കുറേ പ്രായമായി. നമുക്ക് സിസ്റ്ററിനെ പരിചയപ്പെടാം. അമ്മേ, ഇത് ഡൊറോത്തി അമ്മ. അമ്മ നഴ്സറി സ്കൂൾ ടീച്ചറൊക്കെ ആയിരുന്നു. അമ്മ ഊക്കനച്ചൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. അച്ഛൻ്റെ പരിശീലനമൊക്കെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാവോ? അച്ഛൻ എപ്പോഴും സക്രാരിയിൽ അവിടെ ഉണ്ടായിരിക്കും. എല്ലായ്പ്പോഴും നേരം എടുത്ത് ഞങ്ങളൊക്കെ വരുമ്പോഴേക്കും അവിടെ ഉണ്ടാവും, സക്രാരിയുടെ മുന്നിലുണ്ടാവും. അങ്ങനെ ഇരിക്കും. പിന്നെ ധ്യാനത്തിന് നേരത്തൊക്കെ ശ്രദ്ധയാണ്, ആരെ ഉറങ്ങണേന്നൊക്കെ വയ്ക്കുക. ഉറങ്ങണ ആളെ വിളിച്ച് പുറത്തേക്കും, പുറത്തുവിടും. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു.
ധ്യാനം എങ്ങനെയായിരുന്നു അമ്മ? എല്ലാ മാസത്തിലും ആയിരുന്നോ? ആഴ്ച? എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉള്ള ധ്യാനങ്ങൾ. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥന കാര്യങ്ങളിലും കുർബാനയുടെ നേരത്തും ഒക്കെ നല്ല ശ്രദ്ധയാണ് ആൾക്ക്. പിന്നെ ഇങ്ങനെ ഒത്തിരി ത്യാഗം എടുക്കുന്ന ആളായിരുന്നു ഊക്കനച്ഛൻ ഇല്ലേ? മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ അടുത്തും അങ്ങനെ തന്നെയായിരുന്നു? ഞങ്ങളുടെ അടുത്ത് ഞങ്ങളും ചെയ്യണം അങ്ങനെ തന്നെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. ധ്യാന നേരത്തൊക്കെ പോയി നിൽക്കണം. ഈ പാവങ്ങളോട് ഒത്തിരി സഹാനുഭൂതി ഉണ്ടായിരിക്കും. ഏത് പാവങ്ങളെ കണ്ടാലും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് ചോറുണ്ണാനില്ലെങ്കിലും ആ ചോറെടുത്ത് അവർക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യും. നമ്മുടെ ആവശ്യങ്ങൾ മറന്ന് മറ്റുള്ളവരെ സഹായിക്കണം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അമ്മയിൽ കണ്ടതിൽ. താങ്ക് യു അമ്മ. ഈ നാടിലെ ചൊവ്വന്നൂർ എന്ന് പറയുന്ന നാടും ഇവിടുത്തെ നാട്ടുകാർക്കും അച്ഛനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഊക്കനച്ഛനെ ഒന്ന്, ഈ അച്ഛൻ ഈ പള്ളിയിൽ ധാരാളം വർഷങ്ങളിരുന്നു. ആ സമയത്താണ് നമ്മൾ ഒരു പക്ഷേ അങ്ങ് കേട്ടിട്ടുണ്ടാവില്ല ഒരു അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റും. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല. വീടുകളിൽ ചെന്നിട്ട് ഈ പലപ്പോഴും തർക്കം ഉണ്ടാവത്തില്ലേ, സ്വത്തിന് വേണ്ടിയുള്ള തർക്കം, അങ്ങനെ ഉള്ള തർക്കം ഉള്ളിടത്തെല്ലാം വീടുകളിലും അച്ഛൻ ചെല്ലും. അച്ഛൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തർക്കത്തിന് പരിഹാരം ഉണ്ടാവും. അതുപോലെ അങ്ങനെ ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അച്ഛൻ ഒരുപോലെ സ്വീകാര്യനായി. അവസാനം അവരെല്ലാവരും കൂടെ തീരുമാനിച്ചു, പൗരസമിതി കൂടി. അന്നിങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല, പാർട്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാ ജാതിയിലുള്ള ആൾക്കാരെല്ലാവരുടെ കൂടി അച്ഛനെ പിടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി. അച്ഛൻ അങ്ങനെ ഒരു സ്ഥാനത്തിനൊന്നും ഇഷ്ടമില്ലാന്ന്, പക്ഷേ എങ്കിലും എല്ലാവരുടെയും ആ ഒരു നിർദ്ദേശം മാനിച്ച് അച്ഛൻ പ്രസിഡന്റായി. അങ്ങനെ ഇപ്പം നമ്മൾ ഈ വരുന്ന ഈ റോഡ് ഇങ്ങനെയുള്ള, അന്ന് ഈ വാഹനങ്ങളൊക്കെ അധികമില്ല, റോഡ് സൗകര്യം, യാത്രാ സൗകര്യം കുറവായിരുന്നു. അങ്ങനെ അച്ഛൻ ഇനിഷ്യേറ്റ് ചെയ്ത് നല്ലൊരു റോഡ് വന്നു. അച്ഛൻ്റെ പേരിലൊരു റോഡ് ഇപ്പോൾ ഈ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട മിഷനായിരുന്നു, അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മാനസിക രോഗികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ. നമുക്കറിയാം, ഏതെങ്കിലും വീട്ടിൽ ഒരാൾക്ക് മാനസിക രോഗം പിടിപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ നോക്കണമെങ്കിൽ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് അല്ലേ. വളരെ സ്നേഹവും ക്ഷമയൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള ചിലപ്പോൾ വീട്ടുകാർ തന്നെ അവരെ ഉപേക്ഷിച്ചെന്നിരിക്കും. തെരുവിലൂടെയൊക്കെ അലയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള മാനസിക രോഗികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റർ തുടങ്ങണമെന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അച്ഛൻ അതിന് വേണ്ടി ഒരു സ്ഥലമൊക്കെ മേടിച്ചിട്ടു. പക്ഷേ അപ്പോഴേക്കും അച്ഛൻ മരിച്ചു. പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ ഇതിൽ മറീന ഹോം എന്നാണ് മാനസിക രോഗികളുടെ ആ സെൻറ്ററിൻ്റെ പേര്. ഇപ്പം അവിടെ മാനസിക രോഗികളായിട്ടുള്ള സഹോദരങ്ങളെ ഈ സിസ്റ്റേഴ്സാണ് പരിചരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന നന്മകൾ അത്രയും ചെയ്ത് കടന്നു പോയ ഒരാളാണ് ഊക്കനച്ഛൻ. അപ്പം നമ്മൾ ഈ സമയം അച്ഛൻ്റെ കബറിടത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്കും ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹവും താല്പര്യമൊക്കെ നമുക്കും ഉണ്ടാവണം അല്ലേ. നമ്മളിൽ നിന്ന് വലിയ കാര്യങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളൊരു അന്വേഷണം എപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. അപ്പം നമുക്ക് പള്ളിക്കകത്തേക്ക് പോകാം. അച്ഛൻ മരിക്കുന്നത് 76-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 74-ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് അച്ഛൻ ഇടവകയുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം വിട്ട് മഠത്തിൽ തന്നെയായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ജോലി അവരുടെ ഒരു നോവിസ് മാസ്റ്ററായിരുന്നു. അതായത് കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിന് ഫോർമേഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു തീരെ വയ്യാത്ത സമയത്ത് വരെ ഈ നോവിസസിലുള്ള ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ അച്ഛന് പോകണം, അത്ര നിർബന്ധമായിരുന്നു. അങ്ങനെ ഈ മരിക്കുന്ന വർഷം, അതായത് 1956 ശരിക്കും ഒക്ടോബർ മാസത്തിലാണ്, ഒക്ടോബർ 4-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളാണ്. അന്നത്തെ ദിവസം അച്ഛനിങ്ങനെ ഒരു പനി പോലെ വന്നിട്ട് അതങ്ങ് വിട്ടുമാറാണ്ടായി. പിന്നെ ഭയങ്കര ചുമ, പരിശോധിച്ചപ്പോൾ മനസ്സിലായി അച്ഛന് ന്യൂമോണിയ ഭയങ്കരമായിട്ട് കടുത്തു. പിന്നീട് ആ ദിവസങ്ങളിൽ അച്ഛൻ ഇങ്ങനെ ക്ഷീണിച്ച് അപ്പം ആലപ്പാട്ട് പിതാവ് കാണാൻ വന്നു. പിതാവിനോട് പറഞ്ഞു, എൻ്റെ ഈ സന്യാസിനി സമൂഹത്തെ ഞാൻ പിതാവിനെ ഏൽപ്പിച്ച് തന്നിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ എല്ലാവരോടും ഉള്ളായിരുന്ന ആ ഒരു സ്നേഹം അച്ഛൻ കാത്തു സൂക്ഷിച്ചു. പിന്നീട് അങ്ങ് തീരെ വയ്യാണ്ടായി. നമ്മൾ പറഞ്ഞല്ലോ, മാതാവിനോട് ഭയങ്കര ഭക്തിയുള്ള ആളായിരുന്നു അച്ഛൻ. മാതാവിനോട് എന്തുണ്ടെങ്കിലും മാതാവിലൂടെയാണ് നമ്മൾ ഈശോയിലേക്ക് എത്തേണ്ടത്. അതെപ്പോഴും അച്ഛനിങ്ങനെ പറയുമായിരുന്നു, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ
ഒക്ടോബർ 13 ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിരുന്നു. ആ ദിവസമാണ് ശരിക്കും അച്ഛൻ മരിക്കുന്നത്. ഒരു വൈകുന്നേരം 3 മണി സമയം. അതിന് മുമ്പ് അച്ഛൻ്റെ ഇങ്ങനെ എപ്പോഴും ഒരു നിഷ്ഠ ഉണ്ടായിരുന്നു. നമ്മൾ കുർബാന സ്വീകരിക്കാൻ പോകുമ്പം നമ്മുടെ ആത്മാവ് ഏറ്റവും പരിശുദ്ധിയിലാണ് കുർബാന സ്വീകരിക്കാൻ പോകുന്നത്. ഒപ്പം നമുക്കുള്ള വസ്ത്രം ഏറ്റവും വൃത്തിയും വെടുപ്പുമായിട്ട് നിങ്ങൾ ഇട്ടിട്ടേ ഈശോയെ സ്വീകരിക്കാൻ പോകാവുള്ളൂ. അത് സ്ട്രിക്റ്റായിട്ട് അച്ഛൻ പറയുമായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു അലക്കി തേച്ച് ഉടുപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇടിച്ചു, ഷൂസൊക്കെ ഇടിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നെ ഇങ്ങനെ അണിയിച്ചൊരുക്കുവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ദിവ്യമണവാളൻ ഈശോയെ സ്വീകരിക്കാൻ ഒരു വിവാഹ ദിനത്തിൽ പോലെ അത്രയും ഒരുക്കത്തോടെ നമ്മൾ ഈശോയെ സ്വീകരിക്കണം. അത്രമാത്രം ഒരു ഭക്തി ദിവ്യകാരുണ്യത്തോടും ഉണ്ടായിരുന്നു അച്ഛന്. അച്ഛൻ്റെ ഈ ഒരു പ്രവൃത്തിയും വാക്കുകളും എല്ലാം ആ ഒരു അടുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പോഴത്തേക്ക് പറഞ്ഞു രോഗിലേപനം സ്വീകരിക്കണം. അങ്ങനെ കുദാശകൾ സ്വീകരിക്കുമ്പം ഈ അന്ത്യകുദാശ കൊടുക്കുന്ന സമയത്ത് ചൊല്ലിക്കൊടുക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും പ്രത്യുത്തരമായിട്ട് ആമേൻ പറയണം. അച്ഛൻ വളരെ വ്യക്തമായിട്ട് എല്ലാത്തിനും ആമേൻ പറഞ്ഞ് സിസ്റ്റേഴ്സിനോട് എല്ലാവരോടും സന്തോഷത്തോടെ എല്ലാവിധ ആശംസകളും കൊടുത്ത് നിങ്ങൾ സ്നേഹിക്കുക ഇത് തന്നെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ഉപവിന്നുള്ള ആ ഒരു സമൂഹത്തിൻ്റെ, അതായത് അവരുടെ ക്യാരിസം, ഉപവിയാണ് നിങ്ങളുടെ ക്യാരിസം, അതൊരിക്കലും നിങ്ങൾ നഷ്ടം വരുത്താതെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അച്ഛൻ ശാന്തമായിട്ട് മരണമടഞ്ഞു. നമ്മളിപ്പോൾ ഇന്ന് ഈ അച്ഛൻ്റെ കബറിടത്തിൽ നിൽക്കുമ്പോൾ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് ആളുകൾക്ക് മാനസികമായിട്ടും ആധ്യാത്മികമായിട്ടും ശാരീരികമായിട്ടും വേദന അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് അച്ഛൻ ആശ്വാസമായിരുന്നു. ഇപ്പം നമ്മൾക്കറിയാം ഒരാളുടെ രോഗാവസ്ഥ എന്ന് പറയുമ്പം അവിടെ വേറെ ആർക്കും അയാളുടെ വേദന പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വേദന മുഴുവൻ അയാൾ ഒറ്റയ്ക്കാണ് വഹിക്കുന്നത്. മനസ്സിന് നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ നമുക്കത് ഒരാളോട് ഷെയർ ചെയ്യാം, ഒരാൾക്ക് ആശ്വസിപ്പിക്കാം. പക്ഷേ ഈ രോഗശയ്യ എന്ന് പറയുമ്പം ആ വേദന അയാൾ മാത്രം വഹിക്കേണ്ടതാണ്. അത് ശരിക്കും അച്ഛൻ മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേർക്ക് അച്ഛൻ ആശ്വാസം കൊടുത്തു. നമ്മളിപ്പോൾ അച്ഛൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലോകത്തിലുള്ള എല്ലാ രോഗികളെ ഓർക്കാം. ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, വീടുകളിലുള്ളവർ, ഈ വൃദ്ധമന്ദിരങ്ങളിൽ ആരും നോക്കാനില്ലാതെ രോഗികളായി കഴിയുന്ന ഒത്തിരി പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. അവരെയൊക്കെ നമുക്കൊന്ന് ഓർക്കാം. ഒപ്പം നമുക്ക് ഈ ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് രോഗികളായും അവശരായും കഴിയുന്നവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈ ഒരു സ്നേഹം ഉണ്ടാകാൻ, അവർക്ക് പറ്റുന്ന വിധത്തിൽ സഹായിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സുഹൃതം നമുക്കും കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നമുക്കെല്ലാവരെയും ഓർക്കാം. നമ്മുടെ പരിചയത്തിലും അറിവിലും നമ്മുടെ അയൽപക്കത്തും ഒക്കെ രോഗികളായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഈ സമയം ഓർത്ത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിക്കുക എന്നതായിരിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. സ്നേഹത്തിൽ ആരും നിങ്ങളെ പിന്നിലാക്കാതിരിക്കട്ടെ. ദേവദാസൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ്റെ പ്രശസ്തമായ ഈ വാക്യം നമുക്കും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അടുത്ത യാത്രയിൽ മറ്റൊരു ജീവിതവുമായി കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും നന്മകൾ നേരുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.